ബ്ലോക്ക് ചെയിൻ എന്നാൽ എന്താണ്? ക്രിപ്റ്റോ കറൻസി ബേസിക്സ് മുതൽ അഡ്വാൻസ് വരെ പഠിക്കാൻ കഴിയുന്ന ഈ ഒരു സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is me Arun here. Welcome to our new video. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നല്ല വൃത്തിക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത്, ഇല്ലെങ്കിൽ എന്തിനാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത്. ഈ ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നത് എങ്ങനെ എന്നൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ. അതായത് ക്രിപ്റ്റോ കറൻസി ബാങ്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പം ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ടെക്നോളജി എങ്ങനെയാണ് എന്നൊന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകാവുന്നതാണ്. അതായത് നമുക്ക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റൺ ആകുന്നത്. ഇത് കുറെ അധികം ബ്ലോക്സുകളാണ്, ഒരു ചെയിൻ ത്രൂ ഇത് കണക്ട് ചെയ്തിട്ടുള്ള ബ്ലോക്സുകളാണ്. ഇതെങ്ങനെയാ സിമ്പിൾ ആയിട്ടൊന്ന് പറയാനായിട്ടാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു BTC നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം, ഇല്ലെങ്കിൽ അയച്ചു കൊടുക്കണം. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ ഒരു BTC അയക്കാനായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഇവിടുന്ന് പാസ് ചെയ്യുന്നു. ഈ പാസ് ചെയ്യുന്നത് കുറെ അധികം കമ്പ്യൂട്ടറുകളിലേക്ക് നേരെ പോവുകയും അവിടെ ഒരു പസിൽ ഫോം ആവുകയും ആ പസിൽ ഈ പറയുന്ന സിസ്റ്റംസ് എല്ലാം കൂടെ ഇതിനെ സോൾവ് ചെയ്യണം. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് അത് പറയും ഓക്കെ ഫൈൻ, ദിസ് ഈസ് ഗുഡ്, ദിസ് ഈസ് പെർഫെക്റ്റ്, എന്നിട്ട് നമുക്ക് നേരെ ഇത് അയക്കാം എന്നുള്ളൊരു സെഗ്മെന്റിലേക്ക് നേരെ വരുന്നു. ഈ കമ്പ്യൂട്ടർ എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ ഈ പറയുന്ന ഒരു BTC നമുക്ക് അയക്കേണ്ട ആളുകളിലേക്ക് ഇത് ട്രാൻസ്ഫർ ആകുകയുള്ളൂ. BTC മാത്രമല്ല, ഏതൊരു കോയിൻ ആണെങ്കിൽ തന്നെ, ബ്ലോക്ക് ചെയിനിൽ പോകുന്ന ഏതൊരു കോയിൻ ആണെങ്കിലും ഈ ഒരു ടെക്നോളജിയിൽ തന്നെയാണ് പോകുന്നത്. എന്തിനാണ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിലോട്ട് ഇത് നേരെ പോകുന്നത്? ഇപ്പം നമുക്കറിയാം ഒരു സിസ്റ്റം ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടി പർച്ചേസ് ചെയ്യണം. അപ്പം നിങ്ങൾ കുറെ അധികം ആൾക്കാർക്ക്, ഒരു 5 പേർക്ക് നിങ്ങൾ പൈസ കൊടുത്തു. എന്നാൽ അവർ ആ ബില്ല് തരികയും കറക്റ്റ് ഫൈനലി നിങ്ങൾ അതൊന്ന് ടാലി ചെയ്ത് ഇതെല്ലാം കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുകയില്ലേ ഇത് കറക്റ്റായിട്ടാണോ ഇവിടെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് മൾട്ടിപ്പിൾ ആയിട്ട് ഇത് അറ്റ് എ ടൈം ഇത് ഈ ഒരു പസിൽ സോൾവ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമാണ് ഉള്ളത്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി വളരെ വലുതാണ്, അത് നമുക്ക് ഇൻ ഡെപ്ത് തന്നെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? നമുക്ക് ഒരു പൈസ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബാങ്ക് ത്രൂ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴി, അതായത് ക്രിപ്റ്റോ കറൻസീസ് ത്രൂ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇല്ലെങ്കിൽ എന്തായിരുന്നു ഈ പറയുന്ന കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്? ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും ക്രിപ്റ്റോ കറൻസി മൈനിങ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കണം ഇല്ലേ? ഈ പറയുന്ന മൈനിങ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നമ്മളുടെ സിസ്റ്റംസ് ഇല്ലേ, നമ്മൾ ഇത്രയും നമ്മളുടെ GPUs നമ്മൾ ഇവർക്ക് വേണ്ടി ഇല്ലേ, ഈ റിഗുകൾ നമ്മൾ ഈ പറയുന്ന പസിൽ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ക്രിപ്റ്റോ കറൻസി മൈനിങ് എന്നുള്ളത്. അതായത് നമുക്ക് ഈ പറയുന്ന പസിൽസ് സോൾവ് ചെയ്യാനായിട്ട് ക്രിപ്റ്റോ കറൻസിക്ക് കുറെ അധികം സിസ്റ്റംസ് വേണം. എന്നാൽ ഈ സിസ്റ്റംസ് ഒക്കെ ഇവർ ആരും ഇതിനെ ഓൺ ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്? മറിച്ച് നമ്മളെ പോലുള്ള പബ്ലിക്കുകൾ ഓരോ റിഗുകൾ ഉണ്ടാക്കും. ഇതുപോലെ കുറെ അധികം കമ്പ്യൂട്ടേഴ്സ് പസിൽ സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള കുറെ അധികം മൈനിങ് റിഗ്സുകൾ, ഈ റിഗ്സുകളിൽ നിന്ന് ഇത് പസിൽസ് സോൾവ് ചെയ്തിട്ട് നേരെ പോകും. അപ്പം ഇൻസ്റ്റെഡ് നമ്മൾ ഇത്രയും വലിയൊരു റിഗ് വെക്കുമ്പം ഡെഫിനറ്റ്ലി നല്ല ഹൈ കോസ്റ്റ് തന്നെയാണ്. ഈ പറയുന്ന റിഗുകൾക്ക് ആക്ച്വലി നമുക്ക് ഇതിന് റിവാർഡായിട്ട് ഈ റിഗുകൾ മൈൻ ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ പസിൽ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിവാർഡായിട്ട് ഈ പറയുന്ന കോയിൻസുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് ക്രിപ്റ്റോ കോയിൻസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ് നമുക്ക് റിവാർഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ കോയിൻസും മൈനബിൾ ആണോ എന്നുള്ളത്? ഒരിക്കലുമല്ല, എല്ലാ കോയിൻസും മൈനബിൾ അല്ല. ഇപ്പോൾ എത്തീരിയം തന്നെ നോക്കുകയാണെങ്കിൽ പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഐ ബിലീവ് 2021 കഴിഞ്ഞതിന് ശേഷം എത്തീരിയം പ്രൂഫ് ഓഫ് സ്റ്റേക്കിലേക്ക് മാറി. അതായത് മൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ 2021 വരെ എത്തീരിയം നമുക്ക് മൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരുന്നു. എത്തീരിയം എന്ന് പറയുന്നത് ETH, അതായത് മറ്റൊരു ഓൾട്ടർനേറ്റീവ് കോയിൻ ആണ്, സെക്കൻഡ് ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു കറൻസി തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ബ്ലോക്ക് ചെയിനെ പറ്റി ഒരു ഇൻപുട്ടും അതുപോലെ തന്നെ മൈനിങ്ങിനെ പറ്റി ഒരു ഇൻപുട്ടും ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ക്രിപ്റ്റോ കറൻസി ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആസ് എ ട്രേഡിംഗ് എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നതായിരിക്കും നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൂടെ കൂടിക്കൊള്ളുക. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ബേസിക്സ് മുതൽ അഡ്വാൻസ്
അഡ്വാൻസ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് പഠിക്കാവുന്നതാണ്. See you there in next episode.